സംഖ്യകൾ സംസാരിക്കും എന്ന ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ വരുന്ന 3 വർഷങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്നാണ്. മോദിജിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 17/9/1950. ഡി നമ്പർ 8, സി നമ്പർ 5, കുവ നമ്പർ 5, മിസ്സിംഗ് നമ്പർ 2, 3, 4, 6. ഡി നമ്പർ 8ഉം സി നമ്പർ 5ഉം തമ്മിലുള്ള സംയോജനം സംഖ്യാശാസ്ത്രപ്രകാരം വൺ ഓഫ് ദ ഗുഡ് കോമ്പിനേഷൻ എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഡി നമ്പറും സി നമ്പറും തമ്മിലുള്ള സംയോജനം അനുകൂലം തന്നെയാണ്. ഇനി ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ 951 എന്ന ആ ലൈൻ സിംബൽ ഓഫ് സക്സസിൻ്റെതായ ലൈൻ പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ബർത്ത് ചാർട്ട് പ്രബലവും ശക്തവും അനുകൂലം തന്നെയാണ്. ഇനി പേഴ്സണൽ ഇയർ നോക്കാം. പേഴ്സണൽ ഇയർ ഇപ്പോൾ നടക്കുന്നത് 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ തന്നെ ഡി നമ്പറിൻ്റെ ശത്രു നമ്പറിൻ്റെ വർഷമാണ്. ആയതിനാൽ അത്ര ഒരു നല്ല ഒരു വർഷമായിട്ട് കണക്കാക്കാൻ മോദിജിയുടെ പറ്റില്ല. പേഴ്സണൽ ഇയർ 9 എന്ന് പറഞ്ഞാൽ തന്നെ ഓഡിറ്റ് കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു വർഷത്തെ കണക്ക്, അതാണ് പേഴ്സണൽ ഇയർ 9 നടക്കുന്നത്. ഇനി 2027 പേഴ്സണൽ ഇയർ 1 വരും. അതും ടെൻഷൻ, ഹർഡിൽസ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊടുക്കാനും സാധ്യത കൂടുതലാണ്. ഇനി 2028 പേഴ്സണൽ ഇയർ 2 വരും. അത് ഏറ്റവും മാനസിക പ്രശ്നങ്ങളും ടെൻഷനും അങ്ങനെ തന്നെ കൊടുക്കാനാണ് സാധ്യത. ആയതിനാൽ 2028 ഭരണം പൂർത്തിയാക്കുന്ന കാര്യവും സംശയമാണ്. ഇതാണ് മോദിജിയുടെ വരുന്ന 3 വർഷത്തെയുള്ള പ്രവചനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാം.